ഹേ എവരിവൺ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇതൊരു സ്കാം ആണോ എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടല്ല ക്യാഷ് കയറുന്നത്. മീഷോയിലുള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോഷൻ ചെയ്ത് നമ്മൾ വഴി അവർക്ക് സെയിൽസ് നടത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് മീഷോ തരുന്ന ഒരു കമ്മീഷനാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്ന ഏണിങ്സ്. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു എഫേർട്ടും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിടുന്ന വീഡിയോസ് വഴി ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അവരത് പർച്ചേസ് ചെയ്താലേ നമുക്ക് കമ്മീഷൻ കയറുള്ളൂ. നമ്മളിവിടെ സ്വന്തം ഐഡിയ വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സെയിൽസ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നല്ലൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഓർഡേഴ്സ് കിട്ടാനും കമ്മീഷൻ കയറാനും സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഏതെങ്കിലും പ്രൊഡക്റ്റ് വെച്ച് വീഡിയോ ചെയ്താൽ നമുക്ക് സെയിൽസ് കയറില്ല. നമ്മൾ അത്യാവശ്യം നല്ല ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയ പ്രൊഡക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സെയിൽസ് കയറുള്ളൂ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഇതൊന്ന് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് അത്യാവശ്യം 1 year ഒക്കെ ആയവരൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ സെയിൽസ് കിട്ടാനും കമ്മീഷൻ കയറുന്നതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അനുസരിച്ചും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാരിറ്റി അനുസരിച്ചൊക്കെ ഇരിക്കും. സോ നമ്മൾ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സെയിൽസ് ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലിടയ്ക്ക് നമ്മൾ യൂസർ നെയിമും പ്രൊഫൈലും ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് നമ്മുടെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടായി തോന്നുകയും പിന്നെ നമ്മൾ ആ അക്കൗണ്ടിൽ എത്ര തന്നെ റീൽസ് അപ്ലോഡ് ചെയ്താലും ആ ഒരു റീൽസിനൊന്നും അധികം വ്യൂസ് കയറില്ല. നെക്സ്റ്റ് എങ്ങനെ കറക്റ്റ് മെത്തേഡിൽ റീൽ പോസ്റ്റ് ചെയ്യണമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മളൊരു ടൈം സെറ്റ് ചെയ്യണം. കൂടുതലും പേരും സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ മോർണിംഗ് ടൈമും ഈവനിങ് ടൈമും ആയിരിക്കും. ഡെയിലി കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കുറച്ചുകൂടി റീച്ച് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരേ ടൈം കീപ്പ് ചെയ്യുക. ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം 2-3 റീൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഒരു റീലും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് പെട്ടെന്ന് റീച്ച് ആവില്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കറക്റ്റ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി 3-4 റീൽസൊക്കെ അപ്ലോഡ് ചെയ്താൽ മതിയായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾക്കിത് GP ഇല്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. GP ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനൊക്കെ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കിത് സ്റ്റാർട്ടിംഗ് ആണ്, ഒരുപാട് ഡൗട്ടും കാര്യങ്ങളുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ ഇടാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ക്ലാസ്സൊക്കെ നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ എത്തിക്കുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള വേറെയും കുറച്ച് മെത്തേഡ്സൊക്കെ പറയുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ യൂട്യൂബിലായിരിക്കും റിപ്ലൈ തരുന്നത്.